ഹലോ ഹായ് നികിത രബിലാണ്. അപ്പം ഇന്ന് ഞാനിതാ ഒരു സ്ലീവ്ലെസ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. സ്റ്റിച്ചിങ് ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. അപ്പം കയ്യിലുള്ള ഒരു കുർത്തി ഒരു ടോപ്പ് ഞാൻ ഒരു മെഷർമെന്റ് ആയിട്ട് അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് വെച്ച് ചോക്ക് വരച്ച് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. എത്രത്തോളം നന്നാവുന്ന അറിയില്ല. ഞാനൊരു ക്ലോത്ത് 2.5 മീറ്റർ കോട്ടൺ ക്ലോത്ത് വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് മെഷർമെന്റ് ആയിട്ടുള്ള ടോപ്പ്. ഇതിന്റെ മേലെ വെച്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഈ ഒരു കുർത്തിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കറക്റ്റായിട്ട് ഇതുപോലെ മടക്കി ഞാൻ ഓൾമോസ്റ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി ഇത് കട്ട് ചെയ്യാം. കട്ടിങ് സൈഡ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ നെക്ക് പോർഷൻ ആണ്. എനിക്ക് കറക്റ്റ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒന്നും അറിയില്ല. ഞാൻ എൻ്റെതായ രീതിയിൽ ചെയ്ത് നോക്കുകയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഇതുപോലെ ചെയ്യായിരുന്നു, അമ്മ ഇല്ലാത്ത നേരം നോക്കിയിട്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പോഴും ചെയ്ത് നോക്കുകയാണ്. ഞാൻ ബാക്കും ഫ്രണ്ടും ഒരേ രീതിയിലാണ് നെക്ക് പോർഷൻ എടുക്കുന്നത്. ഏകദേശം സ്ലീവും ഒക്കെ ചെയ്തു. പിന്നെ ഞാൻ സ്ലീവ്ലെസ് ആണ് ഞാൻ ചെയ്യുന്നത്. വിത്തൗട്ട് സ്ലീവാണ്. അപ്പം അതാണല്ലോ എളുപ്പം. ഇത്രയേ ഉള്ളൂ. ഞാൻ ബാക്കി സ്റ്റിച്ചിങ് ചെയ്തിട്ട് നോക്കാം. ശരിക്കും അയൺ ചെയ്തിട്ടൊക്കെ കട്ട് ചെയ്യണം എന്നാണ്. ഞാൻ അയൺ ചെയ്തിട്ടൊന്നുമില്ല. അയൺ ചെയ്യാണ്ട് മടക്കി വെച്ച് കട്ട് ചെയ്തതാണ്. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. അപ്പം ഞാൻ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കട്ടെ. ഞാനിനി സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. നെക്കിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പോർഷൻ വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ മേലെ വെച്ച് അടിക്കാം. നെക്ക് ഉള്ളിലേക്ക് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട്.
അതുപോലെ തന്നെ ഇനി അടുത്ത നെക്കും കൂടി സ്റ്റിച്ച് ചെയ്യാം. അത് ഞാൻ രണ്ട് നെക്കും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇതിങ്ങോട്ട് ബാക്കോട്ട് ഉള്ളിലേക്ക് മടക്കി ഫ്രണ്ടിൽ സ്റ്റിച്ചിങ് കൊടുത്താൽ പെർഫെക്റ്റ് ആവും. പെർഫെക്റ്റ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്ലീവ് മടക്കി അടിക്കാം. ഏകദേശം ഫിനിഷിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. പോകില്ല, തീർന്നു. പോകില്ല. അങ്ങനെ സ്റ്റിച്ച് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. പെർഫെക്ഷൻ ഒന്നും ഉണ്ടാവില്ല, എന്നാലും വേറെ. അപ്പൊ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞു. എങ്ങനെയുണ്ട്? ബോട്ട് നെക്കാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. സ്ലീവ്ലെസ് ആണ്. അപ്പോൾ ഒരു സ്റ്റിച്ചിങ്ങും അറിയാതെ തന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു കുർത്തി, അത് സ്ലീവായിരുന്നു. അപ്പോൾ അത് ഞാനിതിന് ഒരു മെഷർമെൻറ്റ് പോലെ അതാണ് അടയാളമായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അത് ചോക്കെടുത്ത് മാർക്ക് ചെയ്തിട്ടാണ് കട്ട് ചെയ്തതിന് ശേഷം ഞാനെല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്തു. എങ്ങനെയുണ്ട്? അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒന്നും അറിയാത്ത ഒരാൾക്കും എന്ത് ചെയ്യുക, ഒരു കുർത്തിയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക, അല്ലേ? നമ്മൾ വീട്ടിലും ഇടയ്ക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് എന്താ പറയുക, ഒരു ക്ലോത്തൊക്കെ വാങ്ങിയിട്ട് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയാണ്. പ്രീവിയസ് ടൈമിലൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് പണ്ട് ഇതുപോലെ ടൈം കിട്ടുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ അമ്മ ഇല്ലാത്ത സമയത്ത് എന്താ വെച്ചാൽ
സ്റ്റിച്ചിങ് മെഷീൻ തുടങ്ങണമെങ്കിൽ ആദ്യം നമ്മൾ സമ്മതിക്കില്ലായിരുന്നു. എന്താ വെച്ചാൽ നമ്മൾ അറിയാത്തവർ തൊട്ട് കഴിഞ്ഞാൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് മിക്കവാറും അത് കേടാവാനും അല്ലെങ്കിൽ നൂല് കുടുങ്ങിയിട്ടൊക്കെ ഓരോ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ മിക്കവാറും ആരും ഇല്ലാത്ത സമയത്താണ് ഇതുപോലെയുള്ള പരിപാടിയൊക്കെ ചെയ്യുക. അപ്പം അങ്ങനെ ഇപ്പം കുറേ കാലത്തിന് ശേഷം ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ ഫ്രം നികിത റെബൽ.